ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബിയുടെ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. മിനവ എന്ന നഗരത്തിലെ ജനങ്ങൾക്ക് താക്കീത് നൽകുവാൻ വേണ്ടി അള്ളാഹു അയച്ച നബിയാണ് യൂനുസ് അലൈഹിസ്സലാം. അദ്ദേഹം വർഷങ്ങളോളം അവിടെ പ്രബോധനം നടത്തി. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തിന് നേരെ കല്ലെറിയുകയും പരിഹസിക്കുകയും ചെയ്തു. നിങ്ങൾ ഇനിയും അള്ളാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്ന് നബി അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ എതിർത്തു. അതിനാൽ യൂനുസ് നബി അള്ളാഹുവിന്റെ ഉത്തരവ് കാത്തു നിൽക്കാതെ നാട് വിട്ടുപോയി. പ്രവാചകൻ പട്ടണം വിട്ട ശേഷം ആകാശത്തിന്റെ നിറം മാറാൻ തുടങ്ങി. ജനങ്ങൾ അസ്വസ്ഥരായി. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചു. അള്ളാഹുവിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനാൽ അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഇതേ സമയം കപ്പലിൽ കയറി പട്ടണം വിടാനൊരുങ്ങി നബി. കാറ്റിന്റെ കാഠിന്യം കാരണം കപ്പൽ ആടിയുലയാൻ തുടങ്ങി. രാത്രിയായതോടെ തിരമാലകൾ ആഞ്ഞു വീശി. കപ്പലിലെ ഭാരം കുറയ്ക്കാനായി അവർ അതിലെ ഓരോ വസ്തുവും പുറത്തേക്ക് എറിഞ്ഞു. യാതൊരു മാറ്റവും കാണാത്ത കാരണം അവർ കപ്പലിൽ ഉള്ളവരെ തന്നെ പുറത്താക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ പേപ്പറുകളിൽ ഓരോരുത്തരുടെയും പേര് എഴുതി. 3 പ്രാവശ്യം തെരഞ്ഞെടുത്തപ്പോൾ യൂനുസ് നബിയുടെ പേരാണ് കിട്ടിയത്. അങ്ങനെ അദ്ദേഹത്തെ കപ്പലിൽ നിന്ന് പുറത്താക്കി. അതേസമയം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലിൽ നിന്ന് വീണ നബിയെ ഒരു വലിയ തിമിംഗലം വയറ്റിലാക്കി. നബി ഒരുപാട് വിഷമിച്ചു. അള്ളാഹുവിനോട് പക്ഷാതാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം അള്ളാഹുവിന്റെ ഉത്തരവ് മൂലം തിമിംഗലം അദ്ദേഹത്തെ ഒരു ദ്വീപിൽ ഉപേക്ഷിച്ചു. പുറത്തിറങ്ങിയത് മുതൽ അദ്ദേഹത്തിന്റെ ദേഹമാസകലം വേദനയുണ്ടായി. സൂര്യന്റെ പ്രകാശം കാരണം നബിയുടെ തൊലി മുഴുവൻ വേദനയിലായി. നബി അള്ളാഹുവിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനാൽ അള്ളാഹു നബിയെ തണലിനായി ഒരു മരം കാണിച്ചു കൊടുത്തു. പ്രയാസങ്ങൾ എല്ലാം നീങ്ങിയ ശേഷം അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ ജനങ്ങൾ എല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ചും അവനെ ആരാധിച്ചും ജീവിക്കുന്നത് കണ്ട് അദ്ദേഹം സന്തുഷ്ടനായി. യഥാർത്ഥ തൗഹീദോട് കൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന ഉറപ്പായ ഒരു പാഠമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യഥാർത്ഥ തൗഹീദോട് കൂടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.